ഹായ്, എൻ്റെ പേര് വിജയ്. എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. പക്ഷേ കഴിഞ്ഞ 14 വർഷമായി എനിക്കൊരു വീടും കുടുംബവും തണലും നൽകുക നമ്മുടെ ഈ സ്നേഹമന്ദിരമാണ്. ഇവിടുത്തെ ഡയറക്ടറെയാണ് ഞാൻ പാപ്പ എന്ന് വിളിക്കുന്നത്. എൻ്റെ സ്വന്തം പാപ്പയെ പോലെ തന്നെയാണ് അദ്ദേഹം എന്നെ നോക്കുന്നത്. എൻ്റെ 2 കാലുകൾക്കും ചലനശേഷിയില്ല. മറ്റുള്ളവരുടെ സഹായത്തോടെയോ വീൽചെയറിലോ മാത്രമേ എനിക്ക് നീങ്ങാൻ കഴിയൂ. കൂടാതെ ഒരു കൊളോസ്റ്റമി ബാഗിൻ്റെ സഹായത്തോടെയാണ് ഞാൻ എൻ്റെ മലമൂത്ര വിസർജനം നടത്തുന്നത്. ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ്. പക്ഷേ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പ്രായമായിട്ടും എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കും മരുന്നിന് പോലും പണമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എൻ്റെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എനിക്ക് ചെറിയ രീതിയിൽ പേപ്പർ ക്രാഫ്റ്റ് വർക്കുകളും ചിത്രരചനയും ക്രിസ്തീയ രൂപങ്ങളുടെ മനോഹരമായ ഫ്രെയിമുകളുമൊക്കെ ചെയ്യാനറിയാം. എൻ്റെ ഈ കഴിവിനെ പപ്പ ഒത്തിരി ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പാട്ട് പാടുന്ന എൻ്റെ കൂട്ടുകാരൻ സഹദ് ഒഴിവു സമയങ്ങൾ ഭംഗിയുള്ള പേപ്പറും പൂക്കളും മറ്റു ക്രാഫ്റ്റ് വർക്കുകളുമൊക്കെ എല്ലാം ഉണ്ടാക്കാറുണ്ട്. എൻ്റെ പേര് സഹദ്. ഞാൻ സ്നേഹമന്ദിരത്തിൽ വന്നിട്ട് 9 കൊല്ലമായി. വിജയനെ പോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചത് ഈ സ്നേഹമന്ദിരവും എൻ്റെ പപ്പായുമാണ്. എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പപ്പയും സ്നേഹമന്ദിരത്തെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. യേശുനാമമെന്റെ ആശ്രയം, ആശേറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നേ. സ്വന്തം അധ്വാനം കൊണ്ട് അന്തസ്സോടെ ജീവിക്കണം എന്ന വലിയ ആഗ്രഹം ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത്. ഞങ്ങളുടെ സ്നേഹമന്ദിരത്തിലെ മക്കൾ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പേപ്പർ ബാഗുകൾ, മെഴുതിരികൾ, ഭക്തിവസ്തുക്കൾ, അങ്ങനെ പലതും. ഇതൊക്കെ വിൽക്കാനായി ഇവിടെ തന്നെ ഒരു സെയിൽ സ്റ്റാൾ തുടങ്ങിയാൽ ആ സ്റ്റാൾ നോക്കി നടത്തി ഞങ്ങൾക്ക് സ്വന്തമായൊരു വരുമാനം കണ്ടെത്താം. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ വെച്ച് ആ സ്റ്റാൾ പണിയുക എളുപ്പമല്ല. ഞങ്ങൾക്ക് വീൽചെയറിൽ സുഖമായി വരാനും ഇരിക്കാനും പറ്റുന്ന അത്രയും സ്ഥല സൗകര്യവും കൂടെ ഒരു ടോയ്ലറ്റ് സൗകര്യവും ആ സ്റ്റാളിനോട് ചേർന്നുണ്ടാകണം. അതിന് നല്ലൊരു തുക ചിലവ് വരും. ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പണമില്ല. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ കൊതിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മുൻപോട്ട് പോകാൻ നിങ്ങളുടെ ചെറിയൊരു സഹായം ആവശ്യമാണ്. ഞങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനകൾ ഞങ്ങളെപ്പോഴും ഉണ്ടാകും.